ഡോക്ടർ കുര്യൻ, ഡോക്ടർ ഇനു. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഡെൻറ്റിസ്റ്റ്മാരാണ്. ഞങ്ങൾ താമസിക്കുന്നത് എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിക്കടുത്ത് കടയിരുപ്പ് എന്ന സ്ഥലത്താണ്. വീട് പണി ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ കൺസൾട്ടൻസ് ആണ് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാ അഡ്വൈസും തന്നത്. അദ്ദേഹമാണ് മിൻറ്റ് ഡെക്കോർസിലേക്ക് ഞങ്ങളെ പരിചയപ്പെടുത്തിയത്. ആദ്യത്തെ മീറ്റിംഗ് മുതൽ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവരുടെ തൃപ്പൂണിത്തുറയിലുള്ള ഷോറൂം സന്ദർശിച്ചു. ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏത് മെറ്റീരിയൽ എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് വളരെ സംശയമുള്ള കാര്യമായിരുന്നു. ഫാക്ടറി ഞങ്ങൾ വിസിറ്റ് ചെയ്തതോടുകൂടി ഞങ്ങൾക്ക് ആ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയും ഇവരുടെ മാനുഫാക്ചറിങ് ക്വാളിറ്റിയെക്കുറിച്ചും മനസ്സിലായി. കിച്ചൻ്റെ കാര്യത്തിൽ എൻ്റെ പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ കിച്ചൺ ഭയങ്കര യുണീക്കായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം എൻ്റെ ക്ലിനിക് കഴിഞ്ഞ് വന്നാൽ ഞാൻ ഓൾമോസ്റ്റ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ കിച്ചണിലാണ്. അപ്പോൾ എപ്പോഴും കിച്ചൺ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം. ഡിസൈനിങ് എല്ലാം ഞാൻ വളരെ പെർട്ടിക്കുലറായിരുന്നു. അപ്പോൾ എൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ സമയത്ത് ഞങ്ങൾ എറണാകുളത്ത് തന്നെയുള്ള 2-3 റെപ്യൂട്ടഡ് ഫേംസ് ഞങ്ങൾ ഡിസൈനിങ് കിട്ടിയായിരുന്നു കൊട്ടേഷൻസ്. പക്ഷെ ഞാൻ അതിലൊന്നും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിൻറ്റ് ഡെക്കോറുമായിട്ട് പരിചയപ്പെടുന്നതും. അങ്ങനെ അവർ സൈറ്റിൽ വരികയും സൈറ്റ് മെഷർമെൻറ്റ്സ് എല്ലാം എടുത്ത് ഞങ്ങളുടെ 3D പ്രകാരം ഒരു നല്ലൊരു ലേ ഔട്ട് ഞങ്ങൾക്ക് തന്നു. എൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് അവരൊരു പ്ലാൻ തന്നു. മാക്സിമം സ്പേസ്, എനിക്ക് സ്റ്റോറേജ് ക്യാബിനറ്റ്സ് കൂടുതൽ വേണമെന്നായിരുന്നു എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് എവിടെ എങ്ങനത്തെ വേണം, വലിയ പാത്രങ്ങൾ, അങ്ങനെ ഓരോന്നും സോർട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിൽ അതിൻ്റെ ഡിസൈനിങ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെയാണ് അവർ ചെയ്തു തന്നത്. അതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഓൾമോസ്റ്റ് 3 to 4 months ആയി ഞാൻ കിച്ചൺ ഉപയോഗിക്കുന്നു. വലിയ മേജർ കംപ്ലയിൻറ്റ്സ് ഒന്നും എനിക്ക് ഇതുവരെ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആകെ ഒരു ഡ്രോ സിസ്റ്റത്തിന് അതിൻ്റെ സോഫ്റ്റ് ക്ലോസിലൊരു ചെറിയൊരു മൈനർ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ അവർ വന്നു, അതും ക്ലിയർ ചെയ്ത് തന്നു. അപ്പോൾ സർവീസ് പാർട്ട് ഐ എം വെരി ഹാപ്പി. ഇനീഷ്യലി എൻ്റെ ബെഡ്റൂമിന് ആർക്കിടെക്ട് സജസ്റ്റ് ചെയ്ത കളർ ബ്ലൂ ആയിരുന്നു. പക്ഷേ എനിക്ക് ബ്ലൂവിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ഈ മിൻറ്റ് ഡെക്കോർസ് ലാസ്റ്റ് ബ്ലൂവിൻ്റെ ഒരു ഐഡിയൽ ഷെയ്ഡ് തന്നെ തന്നു. ഓവറോൾ എൻ്റെ ബെഡ്റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇത്ര നന്നാവെന്ന് വിചാരിച്ചില്ല, പക്ഷെ അതൊരു നല്ലൊരു ബ്ലൂ ഷെയ്ഡായിട്ട് കിട്ടി. മിൻറ്റ് ഡെക്കറേഷൻ്റെ കാര്യത്തിൽ എനിക്ക് 2 കാര്യങ്ങളാണ് എടുത്തു പറയാനുള്ളത്. ഒന്ന്, ഞങ്ങളുടെ ഡിസ്കഷൻസിൽ വന്ന മെറ്റീരിയൽ സജഷൻസ്. അവർ കൃത്യമായിട്ട് ഏതെല്ലാം സ്ഥലത്ത് ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസിനെ കുറിച്ച് കറക്റ്റായിട്ട് അഡ്വൈസ് ഞങ്ങൾക്ക് തന്നു. മാത്രമല്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള കസ്റ്റമൈസേഷൻ ബെഡ്റൂം കബേർഡ്സിലെല്ലാം ഞങ്ങൾക്ക് ആവശ്യമുള്ള കസ്റ്റമൈസേഷൻ, ഞങ്ങൾക്ക് ആവശ്യമുള്ള കമ്പോണൻസ് വെച്ചിട്ട് അതിനെക്കുറിച്ചുള്ള അഡ്വൈസും ഞങ്ങൾക്ക് തന്നു. ആ 2 കാര്യങ്ങളാണ് എനിക്ക് ഊന്നി പറയാനുള്ളത് മിൻറ്റ് ഡെക്കോർസിൻ്റെ കാര്യത്തിൽ. വി ആർ വെരി സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ സർവീസ്.